എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 52-ാം ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 52. ഗതേ കർണാഭ്യർണം ഗരുത ഇവ പശ്മാണി ദദതി പുരാം ഭേത്തുശ്ചിത്ത പ്രശമരസവിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധര പതികുലോത്തംസകലികേ തവാകർണകൃഷ്ട സ്മരശരവിലാസം കലേത. ഒന്നുകൂടെ പറയാം. ഗതേ കർണാഭ്യർണം ഗരുത ഇവ പശ്മാണി ദധതി പുരാം ഭേതു ചിത്ത പ്രശമരസ വിദ്രാവണഫലേ ഇമേ നേത്രേ ഗോത്രാധര പതികുലോത്തംസകലികേ തവ ആകർണാകൃഷ്ടസ്മര ശരവിലാസം കലേതഃ. അല്ലയോ പർവ്വത രാജകുലോത്തംസയായ പാർവതി, അല്ലയോ പാർവതീദേവി, പർവ്വതകുലത്തിൽ ജനിച്ച പർവ്വതരാജാവിൻ്റെ മകളായ പാർവതി, നിന്തിരുവടിയുടെ സ്രോത സമീപത്തെ പ്രാപിച്ചും. ഇവിടെ ദേവിയുടെ നീണ്ട കണ്ണുകളെയാണ് വർണ്ണിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ദേവി കുറച്ച് ശ്ലോകങ്ങൾ ദേവിയുടെ കണ്ണുകളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നതെന്ന്. ഇവിടെയും ദേവിയുടെ നീണ്ട കണ്ണുകളെ വർണ്ണിക്കുന്നു. അല്ലയോ പർവ്വതരാജകുലോത്തംസയായ പാർവതി, അല്ലയോ പാർവതീ ദേവി, നിന്തിരുവടിയുടെ സ്രോത സമീപത്തെ പ്രാപിച്ചും കങ്കപത്രങ്ങളോ എന്ന് തോന്നും വണ്ണം. ഇവിടെ കങ്കപത്രങ്ങൾ എന്ന് വെച്ചാൽ പരുന്തിൻ്റെ ചിറകെന്നാണ് അർത്ഥം. എന്ന് തോന്നും വണ്ണമുള്ള നേത്രരോപങ്ങളെ ധരിച്ചും ത്രിപുരാന്തകൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ നശിപ്പിക്കുക എന്ന പ്രയോജനത്തോടു കൂടിയും ഇരിക്കുന്ന ഈ രണ്ട് നേത്രങ്ങൾ കർണപര്യന്തം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥബാണത്തിൻ്റെ വിലാസത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലയോ ദേവി, നിന്തിരുവടിയുടെ ഈ നേത്രങ്ങൾ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട മന്മഥ ബാണങ്ങളുടെ സൗഭാഗ്യത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടെന്നാൽ ഇവ കർണപര്യന്തം വ്യാപിച്ചും ബാണച്ചിറകുകൾ പോലെയുള്ള നേത്ര രോമങ്ങളെ ധരിച്ചുമിരിക്കുന്നു. ഈ മന്മഥ ബാണത്തിൻ്റെ പ്രയോഗത്തിൻ്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന പരമേശ്വരൻ്റെ അന്ധഃകരണത്തിലുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാരവികാരങ്ങളെ ഉൽപ്പാദനം ചെയ്യുന്നതാകുന്നു. ഇവിടെ പറഞ്ഞതിൻ്റെ സാരം എന്ന് വെച്ചാൽ, ദേവിയുടെ നീണ്ട കണ്ണുകൾ ശ്രീ പരമേശ്വരൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ അല്ലെങ്കിൽ വിരക്തിയെ നശിപ്പിക്കുന്നു. എന്നിട്ടോ ആ കണ്ണുകളിൽ മന്മഥ ബാണത്തിൻ്റെ വിലാസത്തെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ശാന്തതയില്ലാതാക്കി ദേവിയുടെ നോട്ടം പ്രണയത്തെ കൊടുക്കുന്നു. ദേവിയുടെ നോട്ടം കൊണ്ട് പർവ്വതരാജകുലോത്തംസയായ പാർവതീദേവി ദേവിയുടെ കണ്ണിൻ്റെ സമീപത്ത് വ്യാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നീണ്ട കണ്ണുകളാണ്. ആ കണ്ണുകൾ, അതിലെ നേത്രരോമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? കാമദേവൻ്റെ വില്ലിൻ്റെ പുറകിലുള്ള പരുന്തിൻ്റെ ചിറകുകളാണ്. അപ്പം വളരെ സോഫ്റ്റായ ആ ചിറകുകൾ നേത്രരോമങ്ങളെ ധരിച്ച് ത്രിപുരാന്തകൻ്റെ മനസ്സിലുള്ള ശാന്തരസത്തെ, ഇവിടെ ത്രിപുരാന്തകൻ എന്ന് വെച്ചാൽ പരമശിവൻ, ശാന്തരസം എന്ന് വെച്ചാൽ വിരക്തി. പരമശിവൻ വിരക്തിയിലിരിക്കുന്നയാളാണ്. അങ്ങനെ വിരക്തിയിലിരിക്കുന്ന ആളുടെ ശാന്തരസത്തെ നശിപ്പിക്കുന്നു ആര്? ദേവിയുടെ നോട്ടം. അപ്പം ദേവിയുടെ നോട്ടം എന്ന് പറയുന്നത് പരമേശ്വരനിൽ കാമത്തെ കൊടുക്കുന്നു, അല്ലെങ്കിൽ ശാന്തതയെ ഇല്ലാതാക്കി പ്രണയത്തെ കൊടുക്കുന്നു എന്നാണ്. എന്നുവെച്ചാൽ പരമേശ്വരൻ്റെ അന്ധഃകരണത്തിലുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാര വികാരങ്ങളെ കൊടുക്കുന്നു. ഇപ്പോൾ ദേവിയുടെ നോട്ടം പരമശിവനെ എന്ത് ചെയ്യുന്നു? പരമശിവനെ ശാന്തത കൈവെടിയുന്നു. ദേവി വളരെ ശാന്തനായ, വളരെ വിരക്തിയിലിരിക്കുന്ന പരമശിവനിൽ എന്താ പറഞ്ഞ ശൃംഗാരരസത്തെ ഉൽപ്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ശൃംഗാരരസത്തെ ഉണ്ടാക്കുന്ന നോട്ടമാണ് ദേവിയുടെ കണ്ണുകളിലുള്ളത്. എന്ന് വെച്ചാൽ ദേവിയുടെ നോട്ടം
പരമശിവനിൽ കാമബാണത്തെ കൊടുക്കുന്നു. എന്ന് വെച്ചാൽ ദേവിയുടെ നോട്ടം ഭഗവാന് പരമശിവൻ്റെ മനസ്സിൽ ശൃംഗാരരസം ഉണ്ടാക്കുന്നു എന്ന് സാരം. ഇപ്പം ഇവിടെ അല്ലയോ ദേവി, നിന്തിരുവടിയുടെ ഈ നേത്രങ്ങൾ ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട എന്ന് വെച്ചാൽ നീണ്ട കണ്ണുകൾ എന്നാണ്. ചെവിയോളം വലിച്ചു പിടിക്കപ്പെട്ട എന്ന് വെച്ചാൽ നീണ്ട കണ്ണുകൾ മന്മഥ ബാണങ്ങളുടെ സൗഭാഗ്യത്തെ ചെയ്യുന്നു എന്ന് വെച്ചാൽ കാമബാണങ്ങളെ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവ കർണപര്യന്തം വ്യാപിച്ചും ബാണച്ചിറകുകൾ പോലെയുള്ള നേത്രരോമങ്ങളും ധരിച്ചു വിരിക്കുന്നു. ഈ മന്മഥബാണ പ്രയോഗത്തിൻ്റെ പ്രയോജനം ത്രിപുരാന്തകനായിരിക്കുന്ന പരമേശ്വരൻ്റെ അന്ധകരണത്തിനുള്ള വിഷയവിരക്തിയെ നശിപ്പിച്ച് ശൃംഗാരവികാരങ്ങളെ ഉണ്ടാക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലിച്ചു പിടിക്കപ്പെട്ട നേത്രമെന്നാൽ നീണ്ട കണ്ണുകൾ, ദേവിയുടെ നീണ്ട കണ്ണുകൾ, അതിൻ്റെ ചിറകുകൾ, അതിൻ്റെ നേത്രരോമങ്ങളെന്ന് പറയുന്നത് എന്താണ്? ബാണച്ചിറകുകൾ എന്ന് വെച്ചാൽ അമ്പിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്ന അമ്പിൻ്റെ പുറകിലുള്ള ആ ചിറകുകളെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ആ നോട്ടം, ദേവിയുടെ നോട്ടത്തെയാണ് ഇത്ര കാര്യമായിട്ട് വർണ്ണിക്കുന്നത്. ആ ദേവിയുടെ നോട്ടം പരമശിവനിൽ കാമരസത്തെ അല്ലെങ്കിൽ ശൃംഗാരരസത്തെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗതേ കർണാഭ്യർണം ഗരുദ ഇവ പശ്മാണി ദധതി പുരാം പേത്തുശ്ചിത്ത പ്രശമരസ വിദ്രാവണേ ഫലേ ഇമേ നേത്രേ ഗോത്രാധരപതി കുലോത്തംസ കലികേ തവാകർണാകൃഷ്ടസ്മര ശരവിലാസം കലേത. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.